ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്കെന്ന സൂചന പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഇതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം പലരും ഈ കൂടുമാറ്റം ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. എന്തെങ്കിലും നിബന്ധനയോ നിർദ്ദേശമോ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് ഈ ദേവികുളം മുൻ എം.എൽ.എ. കൂടിയായ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് കടന്നിരിക്കുന്നത്? എസ് രാജേന്ദ്രൻ CPM-ആയിട്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് തയ്യാറായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിരിക്കുന്നത്. കാരണം CPM-ന്റെ ഒരു മുതിർന്ന നേതാവായാണ് എസ് രാജേന്ദ്രനെ കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ള എസ് രാജേന്ദ്രൻ BJP-യുടെ കേരള സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് നേരത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടുകളെ എസ് രാജേന്ദ്രൻ തന്നെ തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറും എസ് രാജേന്ദ്രനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ BJP-യിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നെത്തിയ പലരും ആദ്യം ഇത്തരത്തിൽ BJP-യിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകളെ നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. എസ് രാജേന്ദ്രനും ആ രീതിയിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. കാരണം അധികം വൈകാതെ തന്നെ എസ് രാജേന്ദ്രൻ BJP-യിൽ അംഗത്വം എടുക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് കൂടുതൽ ശക്തി പകരുന്നതായിരിക്കാം ഇത്തരത്തിൽ CPM-ന്റെ തന്നെ ഒരു മുതിർന്ന നേതാവിന്റെ പാർട്ടി പ്രവേശനം. നേരത്തെ കോൺഗ്രസിൽ നിന്നടക്കമുള്ളവർ BJP-യിലേക്ക് എത്തിയിരുന്നു. അന്നൊക്കെ CPM ആകട്ടെ കോൺഗ്രസുകാർ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരെ പരിഹസിക്കുന്ന ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അത്തരം പ്രസ്താവന നടത്തുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ BJP അതിലൂടെ നൽകുന്നത്. രാജേഷ്, BJP-യിലേക്കുള്ള ഒരു കൂടുമാറ്റമാണ് സ്വാഭാവികമായും. കോൺഗ്രസിൽ നിന്നായിരുന്നാൽ പോലും അല്ലെങ്കിൽ CPM ആയാൽ പോലും ഈ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും നമുക്കിത് കാണുന്നൊരു കാഴ്ച കൂടിയാണ്. ഇങ്ങനെയാണെങ്കിൽ മറുഭാഗത്തു നിന്നുള്ള ആക്ഷേപം ഇങ്ങനെയാണ്: പണാധിപത്യം കൊണ്ട് ഈ ജനപ്രതിനിധികളെ വിലക്കെടുക്കുന്ന ഒരു സാഹചര്യം BJP കാണിക്കുന്നു. മാത്രമല്ല സ്ഥാനമാനങ്ങൾ മോഹിച്ചെത്തുന്നവർക്ക് അത് വാഗ്ദാനം ചെയ്യുന്നു. ഈ ആക്ഷേപങ്ങളാണ് BJP-ക്കെതിരെ CPM-ഉം കോൺഗ്രസും ഉന്നയിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കത്തെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായും രാജേഷ്, ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾ അടക്കം വാഗ്ദാനം ചെയ്ത് BJP മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരെ കേരളത്തിൽ എത്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി ശക്തരാകുന്നതിന് വേണ്ടിയാണ്. കാരണം ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും അധികാരത്തിലിരുന്ന CPM-ന്റെ നല്ലൊരു ശതമാനം അണികൾ ഉൾപ്പെടെ ഇപ്പോൾ BJP-ക്ക് ഒപ്പം നിൽക്കുകയും BJP-ക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ രീതിയിലേക്ക് കേരളത്തെയും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP നേതൃത്വം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരെ BJP-യിലേക്ക് എത്തിച്ചുകൊണ്ട് BJP-യെ ശക്തമാക്കുക എന്ന നയത്തിൽ ഊന്നി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കൂടിക്കാഴ്ചകളൊക്കെ പാർട്ടി നേതൃത്വം സംഘടിപ്പിക്കുന്നതും മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരെ BJP-യിലേക്ക് എത്തിക്കുന്നതും.